ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദബിൻ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദബിന്ദുവായി തീർന്നു. കൈക്കുടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി പുരുഷാന്തരങ്ങളിൽ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി പീയൂഷവാഹിനിയായി. എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധമാബോധമായി മാറും ലഹരി തൻ സ്വേദപരാഗമായി മാറി. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ നിങ്ങൾ വരില്ലയോ കൂടെ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദബിന്ദുവായി തീർന്നു. പ്രഥമോദബിന്ദുവായി തീർന്നു. താങ്ക് യു. പാർവണ, എന്ത് പറ്റിയടാ? ഇത് ഫസ്റ്റ് ഇത് പോയപ്പോ പിന്നെ ലിറിക്സ് ഫുള്ള് ബ്ലാങ്ക് ആയി പോയി. എന്താ ഫസ്റ്റ് എന്താ പെട്ടെന്ന് അങ്ങനെ പറ്റിയേ? പ്രാക്ടീസ് ചെയ്തില്ലേ നന്നായിട്ട്? പിന്നെന്താ അറിയൂല. പെട്ടെന്ന് ഫുൾ ബ്ലാങ്ക് ആയി പോയി അല്ലേ? സാരില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി പാർവണ, ഓ പക്ഷെ പോയത് പോട്ടെ, പക്ഷെ ലാസ്റ്റ് ചരണം പാടിയപ്പോ ഭംഗിയായിട്ട് പാടി. താങ്ക് യു മാം. പിന്നെ അത് വന്നിട്ട് പിന്നെ വന്ന പല്ലവി വളരെ ഭംഗിയായിരുന്നു. ആ സംഗതിയൊക്കെ നന്നായി പാടി. ആദ്യം എന്തോ അതൊരു അവിടെ വിട്ടുപോയി, പിന്നെ നെക്സ്റ്റ് ലൈൻ എന്താണെന്നൊരു ബ്ലാങ്ക് ആയി അല്ലേ? അത് പോട്ടെ, ചിലപ്പോ ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ കോമ്പറ്റീഷനിൽ നമുക്ക് മാർക്സ് ഒക്കെ കൊടുക്കണല്ലേ, അപ്പോ അത് ഫുള്ളായി നന്നായി വന്നിരുന്നെങ്കിൽ മേ ബി വുഡ് ഹാവ് ഗോട്ട് റിയലി ഗുഡ് മാർക്സ്. അത്രത്തോളം മനോഹരമായിട്ട് പാടി. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ നിങ്ങൾ വരില്ലയോ. ഇത് നമ്മുടെ അനുപോലെ ഈ പീയൂഷവാഹിനിയായി അല്ലേ? അത് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ആയിട്ട്. പീയൂഷവാഹിനിയായി പീയൂഷവാഹിനിയായി. ഇപ്പൊ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി വന്നു അല്ലേ? അപ്പൊ അതെന്തോ ഒരു പോരായ്മ അവിടെ തോന്നി എനിക്ക്. അതല്ലാതെ ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് മോളുടെ ടോൺ വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഓരോ പാട്ടിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് നമ്മുടെ മോളുടെ USP എന്ന് പറഞ്ഞാൽ ഏത് പാട്ടായാലും ആ പാട്ട് ആ പ്ലേബാക്ക് സിംഗറിന്റെ ഒരു സോൾ
മോൾക്ക് പിടിക്കാൻ പറ്റും. അതെന്തോ അത് യു ആർ ഏബിൾ ടു ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ദാറ്റ് ഫീൽ ഓഫ് ദാറ്റ് സിംഗർ. അത് അടിപൊളിയാണ് കേട്ടോ. ദാറ്റ്സ് എ ഗ്രേറ്റ് സ്കിൽ. താങ്ക് യു മാം. പാർവണെ തീർച്ചയായിട്ട് ഏത് പാട്ട് അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൺസെപ്ഷൻ ഇങ്ങനെ ഒരു ടോൺ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് വേണം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ബിക്കോസ് ഇത്രയും വെർസറ്റൈൽ ആയതുകൊണ്ട് പാർവണയ്ക്ക് ഏത് പാട്ട് കൊടുത്താലും നല്ലോണം പാടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഒന്നുകൂടി ഇവിടെ നിൽക്കുമ്പോൾ ഫോക്കസ് മുഴുവൻ അത് ഇവിടെ ആ ഒരു 5 minutes അല്ലേ, ലെറ്റസ് അത് ഡിസ്ട്രാക്ഷൻ അല്ലാതെ ഇത്രയും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ റിഹേഴ്സൽ ചെയ്തു അല്ലേ, ജസ്റ്റ് തൊട്ട് മുമ്പ് ചെയ്തു അല്ലേ, അപ്പൊ കറക്റ്റ് ആയിട്ടല്ലേ പാടിയത് അല്ലേ. പോട്ടെ, ഇനി അങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഗുഡ് ജോബ്. താങ്ക് യു മാം. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേച്ചി. ശരത് സാർ. മക്കളെ ഓ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. നമ്മളത് എന്ത് പറ്റി മോക്കം പെട്ടെന്ന് ഷോക്ക്ഡ് ആയിപ്പോയോ അതോ? അത് ഫസ്റ്റ് പല്ലവിയില് അതൊരു ചെറുതായിട്ട് കട്ടായി പോയപ്പോ പിന്നെ അനുപല്ലവി അടുത്തല്ലേ വരുന്നേ. പല്ലവിയുടെ അടുത്തായിരിക്കണമല്ലോ അനുപല്ലവി. ചരണം കഴിഞ്ഞ് വെക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല മോളെ, അത് കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ മനുഷ്യരല്ലേടാ, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ അത് കുഞ്ഞുങ്ങൾ നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കട്ടെ കേട്ടോ. ഇത് വാർദ്ധക്യ സഹജമായിട്ട് സംഭവിക്കേണ്ടതാണ്. മറന്നു പോകുന്നതൊക്കെ നിങ്ങളിങ്ങനെ നല്ല തീക്കട്ട പോലെ നിൽക്കണ്ടേ കേട്ടോ മക്കളെ. തീക്കട്ട പോലെ നിൽക്കാൻ പറ്റത്തില്ല, ഹിമശൈലമല്ലേ. അപ്പോൾ അത് കുറച്ച് മഞ്ഞുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അതുകൊണ്ട് വേണ്ട. എന്തെങ്കിലും കുഴപ്പമില്ലടാ, അത് മറന്നേക്ക്. നടന്നു പോയി, അത് പോട്ടെ, അത് കഴിഞ്ഞു. പക്ഷെ മോള് ഉഗ്രയായിട്ട് എനിക്ക് പല ഏരിയയും ഇതാരാ പാടിയത്? മാധുരിയമ്മ. അതുപോലെ ഇരുന്ന് മാധുരിയമ്മ പാടുന്ന പോലെ ഇരുന്ന് മോള് പാടുന്ന ഞാൻ പറയാൻ ചെയ്തു. അങ്ങനെ തന്നെ ഇത് ഒപ്പിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതുപോലെ ഇരുന്ന് മാധുരിയമ്മ പാടുന്ന പോലെ ഇരുന്ന്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിത മുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. മാധുരിയമ്മ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് മോളെ കേട്ടോ. ലാസ്റ്റ് കാനഡയിൽ നിന്നോ UK എന്തോ വിളിച്ചത്. കുറേ സംസാരിച്ചു. അമ്മ ഇപ്പോഴും ഉഗ്രമായിട്ട് പാടും. 2-3 പാട്ട് പാടി എന്നെ പേടിപ്പിച്ച്. അസാധ്യമായിട്ട് പാടും. അമ്മയ്ക്ക് ഇപ്പോഴും പാടാനുള്ള ഒരു എന്താ പറയേണ്ട ഒരു അതാ വേണ്ടത്. ഇപ്പോഴും ഞാൻ പാടും മോനെ എന്ന് പറഞ്ഞിട്ട് പാടി. എനിക്കറിയാവുന്ന എല്ലാവരെയും കോൺഫിഡൻസ് ഇട്ട് മാധുരിയമ്മ ആയതുകൊണ്ട് കുറേ പാട്ട് മാധുരിയമ്മയ്ക്ക് അത് കുറേ സന്തോഷം. അപ്പോൾ അമ്മ ആരോഗ്യമായിട്ടിരിക്കട്ടെ. അപ്പം മക്കളെ നന്നായിട്ട് പാടിയടാ. ഇനി മറന്നു പോയത് പോട്ടെ, അത് കുഴപ്പമില്ല, നമുക്കത് മറക്കാം. ബാക്കിയെല്ലാം നീ നന്നായിട്ട് തന്നെ പാടിയത്. വലിയ മേജറായിട്ടുള്ളതൊന്നും പറയാനൊന്നുമില്ല മോളെ. മറന്നു പോയത് പോട്ടെ. പക്ഷെ അതൊരു ശീലമാക്കരുത് മക്കൾ കേട്ടോ. അത് നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് കുറച്ചല്ലേ ഉള്ളൂ. നീ 3 ചരണങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ടെൻഷനായി പോയതാണോ എന്നൊന്നും അറിഞ്ഞില്ല. മൊത്തം ഇങ്ങനെ ആയപ്പോൾ പിന്നെ എല്ലാം കൂടെ പോയി. അത് കുഴപ്പമില്ല, അതൊരു ഇഷ്യൂ അല്ല. പക്ഷെ അതൊരു ഇഷ്യൂ ആണ്. മക്കളത് മറക്കരുത് കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ ആ ഒരു പാട്ടല്ലേ, അത് നല്ല ഐശ്വര്യമായിട്ട്. ഇത് ഞാൻ പറയുന്ന മോളെ ഒരു പല്ലവി കഴിഞ്ഞ് ചരണം, അതിനെന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായി. ആ അർത്ഥവും കൂടി ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസിയായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് പാടിപ്പോവാം. ഇത് ഒരു പല്ലവി ചരണം എന്ന് പറഞ്ഞാൽ പല്ലവി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഉഗാണ്ടയിലെ രാജാവിനെ പറ്റി ആയിരിക്കത്തില്ല. ആ പല്ലവിയോട് ബന്ധപ്പെട്ട തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ കണക്ഷൻ പഠിച്ചാൽ അത് ഓർമ്മ നിൽക്കും മോളെ കേട്ടോ. അത് അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുക. നല്ല പാട്ടുകാരിയാണ് നീ, അതിന് ഒരു സംശയവുമില്ല. അതേതിപ്പോൾ അനു പറഞ്ഞ ഒരു വാലിഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് പാട്ട് നീ വന്ന് പാടുമ്പോഴും നമുക്ക് ഇവിടെ നോക്കണ്ട ഇത് ആരാ പാടിയെന്ന്. അവർ പാടുന്ന പോലെ പാടുമ്പോൾ മിമിക്രി എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ആ ഒരു ആ സ്റ്റൈൽ ഓഫ് സിംഗിങ് അങ്ങനെ ഇങ്ങ് എടുത്തൊരു എനിക്ക് നീ പല്ലവി കേട്ട് നോക്ക്. മാധുരിയമ്മ പാടിയതുപോലെ പാടിയേക്കുന്നു. അമ്മ വിളിക്കാമെങ്കിൽ ഞാൻ ഡിഫറെൻ്റ് പറഞ്ഞേക്കാം കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഇനി മറക്കല്ലേ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക. പാർവണ നന്നായിട്ട് പാടിയടി. താങ്ക് യു സാർ. നീ ചില്ല് കേട്ടോ, റിലാക്സ്. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വരി മറന്നു പോകാന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ആദ്യം തീർന്നു പോയി അല്ലേ, അതങ്ങ് തീർന്നു പോയി, എല്ലാം തീർന്നു. പിന്നെ അനുപല്ലവിയില് നിമിഷങ്ങൾ തൻ അത് പോയി. പക്ഷെ ഇപ്പഴത്തെ പ്ലസ് നോക്കുകയാണെങ്കിൽ മോളുടെ ശബ്ദം ഭയങ്കര രസമുണ്ട് കേൾക്കാൻ കേട്ടോ. താങ്ക് യു സാർ. പിന്നെ മാം എപ്പോഴും ഞാൻ ഇവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്,
ഒരു 3 പാട്ട് എങ്ങാനും കമ്പോസ് ചെയ്തു. ഒരു ഫാസ്റ്റ് സോങ്, ഒരു ഐറ്റം നമ്പറോ അല്ലെങ്കിൽ ഒരു സ്ലോ സോങ്, അങ്ങനെ ഇവിടെ ഒറ്റൊരുത്തിയും കൊണ്ട് പോയാൽ മതി സ്റ്റുഡിയോയിലേക്ക്. ഇത് 3 പാടിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കാം. അതെ. അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗറാണ്. അപ്പം മോളെ ആരാ ഇത് എഴുതിയത്? MD രാജേന്ദ്രൻ സാർ. ആ ഓക്കെ. ബാക്കി പിന്നെ ദേവരാജൻ മാഷിന്റെ റൗണ്ടാണ്. പി മാധുരി അമ്മ പാടുകയും ചെയ്തു. എന്താ സിനിമയുടെ പേര്? ശാലിനി എന്റെ കൂട്ടുകാരി. ഇതിനു മുമ്പ് ശാലിനി എന്റെ കൂട്ടുകാരിയിൽ ഒരു പാട്ടാരോ പാടിയത്? നിവേദ്. നിവേദാണോ പാടിയത്? അങ്ങനെ സാധാരണ നമ്മൾ ഷാനെ ഒരു ഫിലിമിലെ 2 പാട്ട് നമ്മളിവിടെ പാടാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കാറില്ല സാധാരണ നമ്മള്. പോട്ടെ, അത് പക്ഷേ മോളുടെ നമ്മളിവിടെ കാര്യം കുറെ ഞാൻ വിട്ടു. സാക്രിഫൈസസ് അല്ലെ, അഡ്ജസ്റ്റ്മെന്റ്സ്. അതെ. അങ്ങനെ കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്നു മോളെ. ഞാൻ പറഞ്ഞില്ല, മോളുടെ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ കേൾക്കാം, ഇവിടെ ഇങ്ങനെ റെസൊണേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അത് അവിടെ ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഇതുപോലെ വരിയൊക്കെ തെറ്റിക്കാതെ പാടിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിച്ചിട്ട് വീട്ടിൽ പോവാം. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ പോവാം. അല്ലെങ്കിൽ വീട്ടിൽ മാർക്ക് അത്രയും കിട്ടത്തില്ല. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. മക്കളെ കൂളായിട്ടിരിക്കടാ. അതായത് കൂളായിട്ടിരി. ചിൽ ബ്രോ. ചിൽ ബ്രോ. ബ്രോ മാർക്ക് കഴിക്കാം. ഓക്കെ ശരത് സാർ. യെസ് സാർ. മാർക്ക് എത്ര വേണം കുഞ്ഞെ? 5ഓ 6ഓ? മക്കള് പറ, തരാം. 7 8. 7 മതിയോ? അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ പറഞ്ഞു അയ്യോ, ഞാനൊന്നും അത് പറഞ്ഞില്ല. ചോദിച്ചാലൊന്നും അറിയത്തില്ല. ഒരു ജസ്റ്റ് ഗസ്. മക്കളിപ്പോ ഇത്രയും ഇത് വന്നില്ല, ഈ കുഴപ്പം മറന്നും ഒക്കെ പോയില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എത്ര വേണ്ട? 7.5. മോക്ക് പറഞ്ഞു അതിലേത് വേണം? 7.5. അല്ല 8.5 കൊടുത്താലും കുഴപ്പമില്ല. അത് കൊടുക്ക്. സ്വന്തം കുടുംബ സ്വത്തല്ലേ വെച്ചേക്കുന്നത്, എടുത്തോണ്ട് കൊടുക്കണം. മക്കളെ 8.4. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക മോളെ ഒരു 9 കിട്ടേണ്ട മുതലായിരുന്നു ഇത്. ഈസി ആയിട്ട് ഈസിലി 9 കിട്ടാനുള്ള മുതലായിരുന്നു ഇത്. പാടി വന്നതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കേട്ടോ. അപ്പൊ 8.3. താങ്ക് യു സാർ. ഷാനിക്ക 16.7. സാരില്ല, ചിൽ. അടുത്ത പൊളിക്കാം നമുക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.